അമ്മ സീന് ഭയങ്കര സീന്. അവളെ വീട്ടിലെ എൻ്റെ അവളെയും കാര്യം പൊക്കി ഭയങ്കര സീന്. ഇപ്പോൾ വേറെ ആരുടെയും കൂടെ കെട്ടിച്ചു വിടാൻ വേണ്ടി കല്യാണാലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരും, കേട്ടല്ലോ. പോയിട്ട് വാ. ഓ ആയിക്കോട്ടെ. ആഹാ നിക്കടവിടെ. ഓ പുറകേന്ന് വിളിച്ച് അമ്മ ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. എത്ര കിട്ടും? എന്താന്ന്? എടാ സ്വർണ്ണം എത്ര കിട്ടുമെന്ന്. ഓ അമ്മതെ പോരെ കത്തപ്പോൾ പാഴ വെട്ടരുത് കേട്ടോ. മിനിമം 30 ഉണ്ടെങ്കിലേ ഞാൻ സമ്മതിക്കത്തുള്ളേ. നീ ആണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അറിയാലോ. ഓ നിങ്ങൾ കിടന്ന് വെറുതെ തുള്ളണ്ടതല്ലേ. അവളച്ഛനെ പണ്ടേ അവൾക്ക് വേണ്ടി 50 പവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 50 പവനോ? എടോ എന്തോ വാങ്ങി നോക്കോട്ട് നിൽക്കണോ? പോയി വിളിച്ചോണ്ട് വേണോ കൊച്ചിനെ? അമ്മയ്ക്ക് സമ്മതമാ. ശരി പറയുന്നു, വിളിക്കല്ലേ. മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേടി. ഇതാ അമ്മ. ഓ അല്ല, ആ പെങ്കൊച്ചിനെ വിളിക്കാൻ പോയിട്ട് എന്തായി? വല്ലതും നടക്കോ എന്തോ. അമ്മയാണെങ്കിൽ വിളിച്ചിട്ടോട്ട് ഫോൺ എടുക്കുന്നില്ല ചെറുക്കൻ. അല്ല നിന്നെ എങ്ങനെ വിളിച്ചായിരുന്നാ? അതിന് ചേട്ടൻ എന്തിനാ വിളിക്കുന്നത്? ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. എവിടെ? മുറിയിലുണ്ടമ്മ. അപ്പൊ ആ പെങ്കൊച്ച് തന്നില്ലേ? അയ്യോ ആ ചേച്ചി ഉണ്ടമ്മ കൂടെ. രണ്ടുപേരും കൂടെ ഒരു മുറിയിലാ? എന്തോന്നാണ് ഇവിടെ? ഒന്നുമില്ല അമ്മ. അതെ വിളിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ. കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കെട്ട് കഴിഞ്ഞിട്ട് മതി ഒരു മുറിയിലെ ഇരിപ്പും കിടപ്പും ഒക്കെ. എന്തോന്നമ്മ, പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത് ഒരുമാതിരി ഇളക്കമൊക്കെ കാണിക്കുന്നത്. അല്ലേ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇറങ്ങി രണ്ടോ മുറിയിൽ നിന്ന് ഇങ്ങോട്ട്. എന്തു വീട്ടറിയുന്നേ? ഞാനേ ഫേസ് വാഷ് നോക്കുമായിരുന്നേ. വീട്ടിൽ നിന്ന് എല്ലാം എടുത്തോണ്ട് വന്നപ്പോൾ അത് മറന്നു എന്നാ തോന്നേ. ഫേസ് വാഷ് വെച്ച് മോൻ കഴിവില്ലെങ്കിൽ എനിക്കപ്പോൾ പിമ്പിളും വരും. അത്രേ ഉള്ളുവോ? പിമ്പിള് മാറാനേ എൻ്റെ കയ്യിലൊരു ഫേസ് വാഷ് ഉണ്ട്, ഞാൻ അത് തരാം. ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ്. ഇതിൽ നീമാണല്ലോ മെയിൻ. അതെ 100% നാച്ചുറലി ഡിറൈവ്ഡ് നീം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഹിമാലയൻ പ്യൂരിഫൈഡ് നീം ഫേസ് വാഷ്. ഇതിനകത്തെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 99.9% പിമ്പിൾ കോസിങ് ബാക്ടീരിയനെ നശിപ്പിക്കും. പിന്നെ സ്കിൻ ഫ്രണ്ട്ലി pH ആണ്. അതൊക്കെ ഓക്കെ. പക്ഷേ അല്ല ഇനി എന്താ നോക്കുന്നേ? അല്ല ഇത് സോഫ്റ്റ് ഫ്രീ ആണോ? അതെ ഇത് സോഫ്റ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. പിന്നെ ഇത് മെയിനായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് സ്കിന്നിലെ പിമ്പിളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അല്ലേ? അപ്പോൾ പിന്നെ ഇതെൻ്റെ പിമ്പിൾ വരുന്ന സ്കിന്നിന് ബെസ്റ്റാണ്. പിന്നെ ഇത് പിമ്പിൾ ക്ലിയർ ആക്കും എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൻ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് തന്നെ റിസൾട്ടും കിട്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുമില്ല. നമ്മൾ സാധാരണ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ മുഖം നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. അതിനുശേഷം ഹിമാലയ പ്യൂരിഫൈഡ് നീം ഫേസ് വാഷ് എടുത്ത ശേഷം മുഖത്ത് ജെന്റലായിട്ട് എല്ലാ കോർണറിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നീം ഒരു ട്രഡീഷണൽ ആയുർവേദിക് മെഡിസിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ എല്ലാ വിധത്തിലുള്ള പ്രോബ്ലംസിൻ്റെ ഒരു സൊല്യൂഷൻ കൂടെയാണ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ്. ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മുടെ സ്കിന്നിലെ എല്ലാ ഡേർട്ടും പോയി സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്കും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കാ പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴി മേടിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മിനിമം 30% ഓഫ്. അപ്പോൾ എക്സ്പീരിയൻസ് പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ്. രണ്ടുപേരുടെ ജാതകം ഞാൻ ജോൾസിൻ്റെ കൊടുത്ത് നോക്കിപ്പിച്ച്. കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ലാതെ പൊരുത്തമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കല്യാണ തീയതി ഞാൻ കയ്യോടെ അങ്ങ് കുറിച്ച് മേടിച്ചു. അയ്യോ ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. അല്ല ഏത് ദിവസമാണ് കല്യാണത്തിന് ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്? അടുത്ത മാസം 5-ാം തീയതി ഞായറാഴ്ച. അതായത് മലയാള മാസം വൃശ്ചിക 21, 11-നും 12-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ കല്യാണം. കൊള്ളാം. പക്ഷേ പ്രശ്നം അതല്ലല്ലോ. പ്രശ്നം കല്യാണത്തിന് ഇനിയും 5-6 ദിവസം കിടക്കുമല്ലേ. അതുവരെ നിങ്ങൾ രണ്ടുപേരും എവിടെ കിടക്കും? ഇതാ വലിയ പ്രശ്നവും. അതിനിപ്പോ എന്താ, ഞാൻ കീർത്തി എന്റെ മുറി കിടന്ന് പറയുമ്പോൾ പ്രശ്നം തീർന്നില്ലേ? പ്രായപൂർത്തിയായ ഒരു പെങ്കുച്ചുള്ള വീടാ കേട്ടോ. എന്നിട്ട് എളുപ്പമൊന്നും ഇങ്ങോട്ട് കാണിക്കരുത്. ഞാനൊരു വഴി പറയാം. നീ ഞാനും കൂടെ എന്റെ മുറി കിടക്കും. ഈ 2 നാത്തുമാരും കൂടെ നിന്റെ മുറി കിടക്കട്ടെ. അത് വേണം അമ്മ. അത് മതി തൽക്കാലത്തേക്ക്. പള്ള സമ്മതിക്കും. ഉറങ്ങിയോ? ഇല്ല. അതെന്താ ഉറക്കം വന്നില്ല?
അടിക്കില്ല. കുറച്ചു നാളായി. ആയിക്കോട്ടെ, നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഉറങ്ങടാ, ഉറങ്ങ്. ബാക്കിയുള്ളവർ ഉറക്കമാണല്ലോ പോയത്. ഇനി 5-6 ദിവസത്തേക്ക് മനുഷ്യന് ഉറക്കമില്ലല്ലോ എന്റെ ഗുരുവായൂരപ്പാ. തള്ളിപ്പോ കണ്ടേനെ, ബാക്കി നോക്കാം. മോളോ, അയ്യോ ചേട്ടൻ, ചേട്ടാ പല്ല് തേക്കുക. എന്തോ ചേട്ടാ നിങ്ങളമ്മ, നമ്മൾ തമ്മിൽ കാണാൻ സമ്മതിക്കത്തില്ല, സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ? അതൊന്ന് മൈൻഡ് ചെയ്ത മോള്. ഇനി കൂടിപ്പോയി 6-7 ദിവസം ഇല്ലല്ലോ എന്റെ ചക്കരേ. പോവളത്. അയ്യടാ, ആരാടാ നിന്റെ ചക്കര? ചക്കരയാ? ആര് ചക്കര? ഓ എന്റെ പൊന്നു ചെറുക്കാ, ഈ കല കൊടുത്ത് തലക്കടിക്കും കേട്ടോ ഞാൻ. നിന്റെ അടുത്തൊക്കെ പറഞ്ഞതല്ലേ കല്യാണം കഴിയുന്നതിന് മുന്നേ ഒളിച്ചും പാത്തുള്ള സംസാരവും കൂടി കഴിച്ചൊന്നും പറ്റത്തില്ലെന്ന്. ഇപ്പൊ നാട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല ഈ പെങ്കൊച്ച് വീട്ടിനകത്തുള്ളത്. വെറുതെ അതും ഇതൊക്കെ കാണിച്ച് അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. പ്രായപൂർത്തിയായി ഒരു പെങ്കൊച്ചും കൂടെ ഉള്ള വീടാ ഇത്. ഇടയ്ക്ക് ഏറി പോണകത്ത്. ഓ 5 ദിവസത്തെ നിക്കർ, ഉടുപ്പ്, ഷഡിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വിട്ടോ സ്ഥലം വിട്ടോ. ചേട്ടാ ഞാനിത് എങ്ങോട്ട് പോകാനമ്മേ? കൂട്ടുകാരന്റെ വീട്ടിലോ കുഞ്ഞമ്മേരെ വീട്ടിലോ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. ഇനി നിന്നെ ഇവിടെ നടത്തിയാൽ ശരിയാവത്തില്ല. എന്നാ പിടി. വേണോ അമ്മേ? അയ്യോ എന്റെ പൊന്നു വെച്ച, ഇത് എന്തൊരു ഒരുക്കമായത്. ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ മുഹൂർത്തം കഴിയുമല്ലോ. വേഗം ആവട്ടെ. മോളെ ആ ചെറുക്കനാണെങ്കിൽ വിളിച്ചിട്ടോട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന്. ഇറക്കാൻ സമയമായില്ലേ? വെറുതെ എന്റെ BP കൂട്ടാൻ വേണ്ടിട്ട് നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ അവനെ. അയ്യോ അത് പിന്നെ അമ്മേ റെഡിയായി അമ്മ? അയ്യടാ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ ഈ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്തൊരു ചന്തവാ. ഇപ്പൊ കണ്ട മഹാലക്ഷ്മി പോലെ ഇരിക്കുന്നത് ശരിക്കും. വെറുതെ അല്ല ബ്യൂട്ടീഷ്യനൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. എല്ലാം ഒറ്റയ്ക്ക് പിടിച്ചു വെച്ചിരിക്കുവല്ലേ. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ അമ്മ റെഡിയായത്. ഓ പിന്നെ ഇതെല്ലാം പിന്നെ ആര് ചെയ്തു തരാനാ? ഏട്ടാ നീ എങ്ങനെയാണ് ഈ മുറിക്കകത്ത് കയറിയത്? ഞാനേ ഇന്നലെ രാത്രിയേ കയറിയായിരുന്നു. എന്റെ ഭഗവതി, ഞാനിത് എന്തുമായി കേൾക്കുന്നേ? അപ്പൊ ഇന്നലെ മുതലേ നീ മുറിക്കാത്തായിരുന്നു കിടപ്പ്? എടോ നാണം കെട്ടവനെ, ഒരു പ്രായപൂർത്തിയായ പെൺകൊച്ചുള്ള വീടല്ലേടാ ഇത്. ഒരു ദിവസം കൂടെ നിനക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരുന്നാ? അയ്യോ അതിന് ഇന്നലെ ഏട്ടൻ എന്റെ മുറി കിടന്നിറങ്ങിയതേ അവളും കൂടെ അറിഞ്ഞിട്ടാമേ. എടി അയ്യോ, ഞാന് ഇനിയൊന്നും പറയുന്നില്ല. ഇറങ്ങെല്ലാം കൂടെ ഇങ്ങോട്ട്. ഒരു താലിയായിട്ട് ഇനിയിപ്പോ എന്തിനാ കുറയ്ക്കുന്നത്? അതും കൂടെ അങ്ങ് കെട്ടിയേക്കാം. ബാ പോവാം. പോവാം. പോവാം ബാ.